രാജ്യം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും അടുത്ത മാസം വിധിയെഴുതും. കേരളത്തിൽ ഏപ്രിൽ 9-നാണ് പോളിംഗ്. എല്ലായിടങ്ങളിലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അരയും തലയും മുറുക്കി കാടിളക്കിയുള്ള പ്രചാരണത്തിന് തയ്യാറെടുക്കുകയാണ് മുന്നണികൾ. All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th May 2026. The counting shall be on 4th of May for all the cases. 5 വർഷത്തിനു ശേഷം കേരളം വീണ്ടും പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 24 ദിവസം മാത്രം. അടുത്ത മാസം 9-ന് സംസ്ഥാനം വിധിയെഴുതും. നാളെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങും. ഈ മാസം 23 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. മാർച്ച് 24-നാണ് സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രികകൾ പിൻവലിക്കാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2.7 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. ഇതിൽ 1.38 കോടി വനിതകളും 1.31 കോടി ആളുകൾ പുരുഷന്മാരുമാണ്. വോട്ടവകാശമുള്ള ട്രാൻസ്ജെൻഡേഴ്സ് 277 പേർ. പുതിയ വോട്ടർമാർ 4.24 ലക്ഷം. വോട്ടെടുപ്പിനായി കേരളത്തിലാകെ സജ്ജീകരിച്ചിരിക്കുന്നത് 30,471 പോളിംഗ് സ്റ്റേഷനുകളാണ്. കേരളത്തിന് പുറമെ അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു. കേരളത്തിനൊപ്പം ഏപ്രിൽ 9-ന് തന്നെയാണ് അസമിലും പുതുച്ചേരിയിലും പോളിംഗ്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി ഏപ്രിൽ 23-നാണ് വോട്ടെടുപ്പ്. ബംഗാളിൽ 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. ആദ്യഘട്ടം ഏപ്രിൽ 23-നും രണ്ടാം ഘട്ടം 29-നുമാണ്. എല്ലായിടത്തും മെയ് 4-നാണ് വോട്ടെണ്ണൽ. വോട്ടർമാർക്കായി പോളിംഗ് ബൂത്തുകളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 100% വെബ്കാസ്റ്റിംഗ് ഉറപ്പാക്കും. 2 മണിക്കൂർ കൂടുമ്പോൾ പോളിംഗ് ശതമാനം അറിയിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സുതാര്യമായ തെരഞ്ഞെടുപ്പ് പൂർത്തീകരണത്തിനാണ് മുൻഗണനയെന്നും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണമാണ് SIR-ലൂടെ ലക്ഷ്യമിട്ടതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു. അസം ഒഴികെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കിയാണ് കേരളം, തമിഴ്നാട്, ബംഗാൾ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും 824 നിയമസഭാ മണ്ഡലങ്ങളിലായി 17.4 കോടി വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലെത്തുക. 2.19 ലക്ഷം ബൂത്തുകളിൽ 25 ലക്ഷം ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.